നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ പഴത്തിൻ്റെയാണ്, വിവിധ തരം പഴങ്ങളാണ് ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ കിടക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. വിവിധ തരമാണ്, ഏത്തക്ക ഉണ്ട്, പച്ചക്ക ഉണ്ട്, പല പല വെറൈറ്റിയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് ശാന്തിഗിരിയുടെ വൈദ്യശാല. ഓ, മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളിവിടെ വന്നത്. അതിൽ കാരണം ഞങ്ങൾ ആകാശപാതയൊക്കെ പണിത് തന്നിട്ടുണ്ട്. അതെ അതെ, പക്ഷേ ഇതൊക്കെ നല്ല കാര്യം തന്നെ, വലിയ ഗുണമാണ്, ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്നു ഇതല്ലേ. അപ്പോൾ അത് നല്ലതാണ്, കാരണം ലിഫ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ലിഫ്റ്റ് ഉണ്ട്, എല്ലാം ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും ഇറങ്ങാമല്ലോ, ഫിഷ് മാർക്കറ്റിൽ ഇറങ്ങാം. വളരെ സുഖമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട് സാറേ, ഇതിനകത്തൊരു മൂത്രപ്പരി ഇല്ല സാറേ. ഇല്ലല്ലേ? അത്രയും 100 ചില്ലാനും കടകളുണ്ട് ഇതിനകത്ത്. ഒരു മൂത്രപ്പരിയും ഞങ്ങൾ അപ്പുറത്ത് ഇറച്ചി മാർക്കറ്റിൽ പോകണം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പൈസ എല്ലാം പൊട്ടി വെച്ചിട്ട് ആരെങ്കിലും എത്തിയിട്ട് ഞാൻ മൂത്രപ്പരി മൂത്രം ഒഴിച്ചുകൊണ്ട് വരും. ഇവിടെ ഒരു ചെറിയൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി തരാൻ സാധിച്ചിട്ടില്ല. അത്രയും വലിയ അത്രയും കോടി രൂപ കൊടുത്ത് സാധനം പണിതു. സന്തോഷം. ഞങ്ങൾ തൃശ്ശൂർക്കാർ വളരെ സൂക്ഷിക്കും, വളരെ നല്ല രീതിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ഒരു സാധനം ഞങ്ങൾ നശിപ്പിച്ച് കളയില്ല. പക്ഷെ ഇതും കൂടെ ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരാൾ സാധനം വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ അവിടെ പോകണമെന്ന് ചോദിച്ചാൽ ബസ് സ്റ്റാൻഡിൽ പോയിക്കോളൂ, അങ്ങോട്ട് പോകണമെന്ന്. ബസ് സ്റ്റാൻഡിൽ പോകേണ്ടി വരും. ബസ് സ്റ്റാൻഡിൽ പോകേണ്ടി വരും. അപ്പുറത്ത് ഒരെണ്ണമുണ്ട്, അതിൽ 7 രൂപയാണ് ചാർജ് ചെയ്യുന്നത് മൂത്രം ഒഴിക്കാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഏതെങ്കിലും ഈ ഏരിയയിലും കൂടെ ഒന്ന് ഒരെണ്ണം വേണമായിരുന്നു. ഇതിനകത്ത് ഇത്രയും വലിയ കട അല്ല, അത്യാവശ്യത്തിന് വേണം. ഞാനൊരു കുഞ്ഞു ഷോപ്പ് വീട്ടിൽ പണിതിട്ട് അതിനകത്ത് ബാത്റൂമും ലാട്രീനും എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് കിട്ടാതെ വെച്ചാണ്. അതിന്റെ പിന്നെയാണ് അതെല്ലാം പണിതതിന് ശേഷമാണ് ലൈസൻസ് കിട്ടിയത്. അപ്പൊ ചെറിയ കടയ്ക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഇതിനകത്ത് അത് ശരിയാണ്. അവര് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ കട അനുവദിക്കണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാവണം. ഇത്രയും കടക്കാരുണ്ടായിരുന്നിട്ട് ഒരെണ്ണം പോലും ഇല്ല. അത് അപ്പുറത്തെ ഇറച്ചി മാർക്കറ്റിന്റെ അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. ഒരു സാധനമില്ല. അല്ല, ഇതിപ്പോ വന്നിട്ട് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുകയല്ലേ. ഫിഷ് മാർക്കറ്റ് വേറെയാണ്, വെജിറ്റബിൾ മാർക്കറ്റ് വേറെയാണ്. അവർക്ക് ഓരോന്നെങ്കിലും നമുക്കൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ എവിടെയെങ്കിലും മടക്കി പോയി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പോലീസ് അപ്പം പിടിക്കും. അതിന് ഫൈൻ അടക്കും. ശരി. അതെന്ന് പറയുന്നത് ഈ കച്ചവടക്കാരുടെ മാത്രം ആവശ്യമല്ലല്ലോ, വരുന്നവർക്കും എല്ലാവർക്കും രണ്ടും കാര്യമല്ലേ. അല്ലാണ്ട് എന്റെ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ ഈ കാര്യം. അല്ലല്ല, അത് നല്ലൊരു പോയിന്റാണ്. അത് അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കും. സാധനമൊക്കെ തന്നു ഞങ്ങൾ വളരെ സൂക്ഷിക്കുന്നു, വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നു. ഇതുപോലെ എന്ത് കൊടുത്താലും ഞങ്ങൾ മാന്യമായിട്ട് കൊണ്ടു നടക്കും. തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഗുണം കൂടിയുണ്ട്. ഓക്കെ. ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഈ ശക്തൻ തമ്പുരാനെ ബേസ് ചെയ്തിട്ടാണോ ഇവിടെ എല്ലാം? അദ്ദേഹമാണ് ഈ സിറ്റി വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും അതാണ് ബേസ് അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ പേര് അങ്ങനെയാണല്ലോ അല്ലേ? ബസ് സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ കൊട്ടാരത്തിൽ പോയി അവിടെ പോയിരുന്നു. ഇല്ല, അവിടെ ഓക്കെ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഏതായാലും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയൊക്കെയാണ് ഈ കച്ചവടങ്ങളും പിന്നെ ആൾക്കാരുടെ ജീവിത രീതി, ഭാഷാശൈലി, ആഹാരശൈലി ഇതൊക്കെ കണ്ടു പോവുകയാണ്. അപ്പോൾ ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ നിങ്ങളുടെ ഈ ആകാശപാത എന്താണ്? ആകാശപാത അതെല്ലാം കൊള്ളാം. അതെല്ലാം ലിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം കൊള്ളാം. ഇതെല്ലാം വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇത് ഹോൾസെയിലാണ്, ആൾക്കാർക്കും വന്ന് വാങ്ങാനും പറ്റും. വീട്ടുകാർക്കെല്ലാം ഇതിപ്പോ മുതലാളിമാരൊക്കെ ഒരു 5 മണിക്ക് എത്തും പുലർച്ചെ. തൊഴിലാളികളൊക്കെ ഒരു 3 മണി 2:30 ആകുമ്പോൾ എത്തും. അത് കഴിഞ്ഞ് പിന്നെ അവര് ചിലവരൊക്കെ 10 മണിയാകുമ്പോൾ പോവും, ചിലവര് 12 മണി 1 മണിയാകുമ്പോൾ പോവും. ഇത് ഇവിടെ ഹോൾസെയിൽ കാലത്ത് നടക്കും. ഇത് ഗംഭീര തിരക്കുള്ള ഒരു മാർക്കറ്റാണ് തൃശ്ശൂർ മാർക്കറ്റ്. അത് കേട്ടിട്ടുണ്ട്. എല്ലാം ശക്തൻ തമ്പുരാൻ ബേസ് ചെയ്താണ് നിൽക്കുന്നത് എല്ലായിടത്തും. അപ്പോൾ ഇവിടെ മറ്റ് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറവായിരിക്കും. അത് 10 മണി വരെ ഒരു വില വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർത്ത് പോകാനായിട്ട് വില കുറച്ച് കൊടുക്കും. അങ്ങനെയുണ്ട്. അപ്പൊ ഇത് ഹോൾസെയിലേഴ്സ് എപ്പോഴാണ് വരുന്നത്? രാവിലെ ഹോൾസെയിൽ ഉണ്ടാവും. അകലേന്ന് വരുന്നവരൊക്കെ ഒരു 3 മണിയാകുമ്പോൾ മാർക്കറ്റിലെത്തി സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു 7 മണി, ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്ക് ഇവിടുന്ന് പുറപ്പെടും. എന്നിട്ട് അവർ കൊണ്ടുപോയി കച്ചവടം നടത്തും. അവര് കച്ചവടം നടത്തും. ഇത് പെരുമ്പാവൂര്, എറണാകുളത്ത് നിന്ന് വരുന്നവരുണ്ട്,
കുന്നംകുളം ആ ഭാഗത്ത് നിന്നെല്ലാം വരും ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ ഇതെല്ലാം ഈ പച്ചക്കറികളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇത് തമിഴ്നാട്. ഇത് ഈ ഉള്ളിക്ക് ഇതൊക്കെ മേട്ടുപാളയം. ഉരുളക്കിഴങ്ങൊക്കെ മേട്ടുപാളയം. പച്ചക്കറിക്ക് മിളക് വെണ്ടക്കായക്ക് സത്രം പഴനി. നേരെ പറയുന്നത്. നമുക്ക് അപ്പൊ എന്തുകൊണ്ട് ഇവിടെ പച്ചക്കറികളൊന്നും വരുന്നില്ല? ഇവിടെ പച്ചക്കറികൾ വളരെ കുറവാണ് നമ്മുടെ കേരളത്തിൽ. വീട്ടുകാർ അവർക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഒരു മാസീവായിട്ടുള്ള ഒന്നും ആരും ചെയ്യുന്നില്ല. എന്താ പേരെന്താ? എഡിസൺ. ഏതായാലും ഈ പച്ചക്കറിയെ കുറിച്ചെല്ലാം പറഞ്ഞു തന്ന എഡിസൺ ആണ് കേട്ടോ. താങ്ക് യു. അല്ല, എഡിസൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോയപ്പോഴേ അവിടെ ആരോ എന്ന് പറയുന്നത് യഥാർത്ഥ പേര് മമ്മൂട്ടി എന്നാണെന്ന്. യഥാർത്ഥ പേരൊന്നുമല്ല, അത് ഇവിടെ വിളിപ്പേരാണ്. മമ്മൂട്ടി ഫാൻസിന്റെ ആളായിരുന്നു ഞാൻ. ഫാൻസിന്റെ ആളാണ്. അപ്പൊ പിന്നെ ഈ അവര് മമ്മൂട്ടി എന്ന് വിളിക്കുന്ന ഇവിടെ ഉള്ളവര്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുഴപ്പമില്ല പേര്. അപ്പൊ പേട്രിയറ്റ് സിനിമ കണ്ടോന്നാ? അതല്ലേ കാണുള്ളൂ ആദ്യം. അപ്പൊ എന്നെ കണ്ടില്ല? ഇല്ല. പെട്രോൾ സ്റ്റേഷനിൽ ഒരാൾ വന്ന് ഇനി ഞാൻ ശ്രദ്ധിച്ചോളൂ, ഒന്നുകൂടി കാണണം. കണ്ടില്ലേ? ഓക്കെ. വടക്കും നാഥ സർവം നടത്തും നാഥ. നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. കേരളത്തിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വടക്കുംനാഥൻ ക്ഷേത്രം. ഐതിഹ്യം പറയുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്ത ശേഷം ആദ്യമായി നിർമ്മിച്ച ഒരു മഹാശിവക്ഷേത്രമാണ്. ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കുംകാട് മൈതാനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വടക്കുംനാഥൻ്റെ മുന്നിലാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നതെങ്കിലും ഐതിഹ്യം പറയുന്നത് വടക്കുംനാഥൻ നേരിട്ട് ഈ പൂരത്തിൽ ഇടപെടാതെ ഈ ഏരിയയിലുള്ള മറ്റ് ദേവീദേവന്മാർ ഇവിടെ വന്ന് വടക്കുംനാഥനെ വണങ്ങി തിരിച്ചു മടങ്ങുന്നു എന്നാണ് ഈ പൂരത്തിൻ്റെ സങ്കല്പം. ഈ സ്ഥലത്തിന് തൃശ്ശൂർ എന്ന പേര് വന്നതിലും ഒരു ഐതിഹ്യമുണ്ട്. തൃശ്ശിവ പേരൂർ എന്നായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ നാമം.
എന്ന് പറഞ്ഞാൽ മഹത്തായ ശിവൻ്റെ നാട് എന്നുള്ളതാണ് തൃശ്ശൂർ അഥവാ തൃശ്ശൂർ. കേരളത്തിലെ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ നാലമ്പലവും കൂത്തമ്പലവും 4 ഗോപുരങ്ങളും വളരെ പ്രസിദ്ധമാണ്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുന്നിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. വടക്കുംനാഥം ക്ഷേത്രത്തിൽ വന്നപ്പോൾ വ്യത്യസ്തമായ ഒരു ഫലം പറയുന്ന സ്ഥലം കണ്ടു. ഒന്ന് പക്ഷിശാസ്ത്രവും ഒന്ന് എലിശാസ്ത്രവും. എലിശാസ്ത്രം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും ഒരു ഒത്തൊരുമയുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ശ്രീകുമാർ. സമയങ്ങൾ എങ്ങനെ ഉണ്ട് തത്തമ്മ കിട്ടൂ, സമയങ്ങൾ അറിയണം, കാര്യങ്ങളൊക്കെ പറയണം. എന്ത് കാര്യമുണ്ട് ഐശ്വര്യമായിട്ട് എടുത്തു കൊടുത്തിട്ട് വിചാരിച്ചതൊക്കെ നടക്കുമോ? എന്ത് കാര്യമുണ്ട്, സമയങ്ങൾ എങ്ങനെ ഉണ്ട്, സത്യം നോക്കി എടുക്കട മീനാക്ഷി എടുത്തിരിക്കുന്ന വെച്ചിട്ട് കൊടുങ്ങുള്ള അമ്മ ദേവി ദൈവം അനുഗ്രഹമുള്ള ആളാണ്. പക്ഷെ മനസ്സുകൊണ്ട് തങ്ങൾ ആർക്കും നല്ലത് ചെയ്താലും പക്ഷെ അവസാനം കഴിക്കുന്നത് പഴയ പരാജയം ദോഷപ്പേരാണ്. പക്ഷെ മനസ്സിനകത്ത് വഞ്ചന ചതവില്ല. നിങ്ങളുടെ മനസ്സ് എന്നും പാവമാണ്. കൊച്ചുപിള്ളേരുടെ മനസ്സാണ്. ആരെയും ചതിക്കണം, ആരെയും വഞ്ചിക്കണം, അടുത്തുള്ള സ്വത്തെ കൊണ്ട് അടിച്ച് പൊളിക്കണം, അങ്ങനെയുള്ള മനസ്സല്ല. എല്ലാവരും ജീവിക്കണം, നമ്മളും ജീവിക്കണം മാത്രമേ ഉള്ളൂ. ദൈവം അനുഗ്രഹമുള്ള ആളാണ്. അമ്പലം പള്ളിക്ക് അകത്ത് പോയി ദൈവത്തെ വിളിച്ചില്ലെങ്കിനാളും പ്രാർത്ഥിച്ചില്ലെങ്കിനാളും മനസ്സിൽ ദൈവത്തെ വിളിച്ചാൽ മതി, ദൈവം വിളിക്കാം. കൂടെ ഉള്ളവർക്കും നല്ലൊരു ആവണം, നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവണം, അവരും രക്ഷപ്പെടണം. അങ്ങനെയുള്ള മനസ്സ് മാത്രമേ നിർത്തുള്ളൂ. അതുകൊണ്ട് അവരും നന്നാവും. ദോഷം നല്ലതേ. നമ്മൾ തത്തയെ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എലിശാസ്ത്രം ഏതായാലും ഒന്ന് ശ്രമിച്ചു കളയാം. ഓക്കെ, എലിശാസ്ത്രം നോക്കാം. എലിയടു. ശ്രീകുമാർ. മോനെ നോക്കിയെടുക്ക്. ശ്രീകുമാരുടെ ഭാഗ്യമുണ്ടോ? അതേ ഉള്ളു. അപ്പോൾ ശ്രീകുമാരുടെ പേരിൽ എടുത്തിരിക്കുന്ന പടം, കാണുന്ന പടം വരുവാണെങ്കിൽ പളനി മുരുകൻ. ഓക്കെ. മനസ്സ് വൈറ്റ്, മനസ്സ് ഓക്കെ വൈറ്റ്. ഓക്കെ. അപ്പോൾ വഞ്ചകമില്ലാത്തൊരു മനസ്സ്. ഓക്കെ. കുഞ്ഞു ഒന്ന്, നിങ്ങളുടെ മനസ്സ് ഒന്നാണ്. ഒരു ചെറിയ കുഞ്ഞു ഒന്ന്, നിങ്ങളുടെ മനസ്സ് ഒന്നാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല. വളരെ ഹാപ്പിയാണ്. തീർക്ക് ആയുസ് ഈശ്വരൻ വിധിച്ചത് 80 ആയുസ് ഫലനാണ്. മുരുകൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് കിട്ടി. ഇതിന് ഒരു മാറ്റവും ഇല്ല. ശംഭോ മഹാദേവൻ നമ ശിവായ. ശിവന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ക്ഷേത്രമാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് കാണാറുണ്ടല്ലോ, ആനകളെ നിരത്തിയുള്ള കുടമാറ്റങ്ങളും മറ്റും നമ്മൾ ആസ്വദിക്കാറുണ്ടല്ലോ. അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആൾക്കാരാണ്. തൃശ്ശൂർ പൂരത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കാനുള്ള അവകാശവും ഈ പാറമേക്കാവിലിനാണ്. ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം ഇവയെല്ലാം പ്രധാനമായും ഈ പാറമേക്കാവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്നായ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. തൃശ്ശൂർ പൂര സമയത്ത് നമുക്ക് ഈ ഏരിയയിലൊന്നും വരാൻ പറ്റത്തില്ല.
ഈ തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ഇവിടുത്തെ ഭദ്രകാളിയാണ്, ദേവിയാണ് ഇവിടുത്തെ പൂരത്തിൽ പങ്കെടുക്കുന്നത്. തൃശ്ശൂർ വരുമ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരമാണല്ലോ നമ്മളെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കാണാവുന്നത് 15 ആന ഇപ്പുറത്തും 15 ആന അപ്പുറത്തുമൊക്കെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കുടമാറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് പല സൈസ് വെറ്റിനറി ഹോസ്പിറ്റൽസും ട്രീറ്റ്മെൻറ്റ് സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കേരള ഗവൺമെൻറ് തന്നെ ആന ചികിത്സാ കേന്ദ്രം, നമ്മളെ വീട്ടിലൊരു ആനയുണ്ടായിരുന്നെങ്കിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാമായിരുന്നു എന്ന് പറയുന്നതൊക്കെ ആൾക്കാർ പെറ്റ്സായിട്ട് ഉപയോഗിക്കുന്ന കൊണ്ടു നടക്കുന്ന ആനകൾക്ക് ഒരു ചികിത്സാ കേന്ദ്രം വേണമല്ലോ. ഇതാണ് തൃശ്ശൂരിലെ ആന ചികിത്സാ കേന്ദ്രം. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്രൈസ്തവ ദേവാലയമാണ് പുത്തൻപള്ളി. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, പല സിനിമകളും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പള്ളിയുടെ ഈ രൂപം നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം ഇതൊരു വേറൊരു മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഗോത്തിക് ശൈലി എന്നാണ് പറയപ്പെടുന്നത്. ഈ ശൈലിയിൽ നിർമ്മിച്ച പല പള്ളികളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും പുരാതനമായ ഒരു അതിപ്രശസ്തമായ ഒരു ദേവാലയമാണ് പുത്തൻപള്ളി. ഈ പുത്തൻപള്ളി ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ പള്ളിയാണ്. ഇതിൻ്റെ ഗോപുരങ്ങൾക്ക് 260 അടി ഉയരമുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണിത്. മാത്രവുമല്ല, ഇത് ഗോത്തിക് ശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ കാണാവുന്നത്, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഉച്ച സമയത്താണ്. ഇപ്പോഴും ഇത്രയും ആൾക്കാരുണ്ട്. രാവിലെയും വൈകുന്നേരവും എപ്പോഴും ഇവിടെ ഇത്രയും ഭക്തജനങ്ങളെ കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റ് പള്ളികളിൽ നിന്നും ഈ പള്ളിയെ വ്യത്യസ്തമാക്കുന്നത്. ഈ പുത്തൻ പള്ളിയുടെ പുറകിലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടവർ കാണാം. അതിൻ്റെ പേരാണ് ബൈബിൾ ടവർ. ഈ ബൈബിൾ ടവറിൽ അകത്ത് കയറി കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ആ ടവറിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരം മൊത്തം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പഴയ സുറിയാനി ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വിഘടിച്ച് 1929 പുതിയതായിട്ട് വെച്ച പള്ളി ആയതുകൊണ്ടാണ് ഇതിനെ പുത്തൻ പള്ളി എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരത്തിന് മുൻപിലാണ്. നമുക്ക് ഏതായാലും അകത്തേക്ക് പ്രവേശനമില്ല. ഇതൊരു ആർക്കിയോളജിക്കൽ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ക്യാമറ അകത്തേക്ക് അനുവദിക്കുന്നില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ തൃശ്ശൂർ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിനകം ഒന്ന് കാണേണ്ടതാണ്. കാരണം
തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിന് ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവൻ ബസ് സ്റ്റാൻഡ് ആവട്ടെ, മാർക്കറ്റുകളാവട്ടെ, എല്ലാം ശക്തൻ എന്ന് തുടങ്ങുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂടാതെ തേക്കുംകാട് മൈതാനം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുകയും 1797 നമ്മൾ ലോകപ്രശസ്തമായ ഈ തൃശ്ശൂർ പൂരം തുടങ്ങിയതും ഈ ശക്തൻ തമ്പുരാനാണ്. ഞങ്ങൾ തൃശ്ശൂർ വന്നപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. തൃശ്ശൂർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു ട്രാവൽ വ്ളോഗിലൂടെയൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നമുക്ക് ഓരോരുത്തരും ഇവിടെ വന്ന് അതിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം ആസ്വദിക്കേണ്ടതാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലിയും ആൾക്കാരുടെ കലയോടുള്ള അഭിനിവേശവും ഒന്ന് അറിയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കിയത് കൂടുതലും അമ്പലങ്ങളാണ്. നല്ല പ്രശസ്തമായ അമ്പലങ്ങളെല്ലാം ഈ തൃശ്ശൂരാണ് നിലകൊള്ളുന്നത്. ഞങ്ങൾ ഏതായാലും തൃശ്ശൂരിൻ്റെ മൊത്തം പാർട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ തൃശ്ശൂരിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ഗുരുവായൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ വന്ന് ഏതായാലും ഇതൊന്ന് അനുഭവിച്ച് ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപെട്ട് ഇവിടുത്തെ ചരിത്രം മനസ്സിലാക്കി ഈ ചെറിയ ചെറിയ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരുപാട് കലാരൂപങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും തൃശ്ശൂരിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കേരളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് കാണും വരെ നന്ദി, നമസ്കാരം.